ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ബുദ്ധി മറന്നുപോയാലും ഹൃദയം മറക്കില്ല. ഹൃദയത്തിൽ ഏതോ ഒരു സ്ഥലത്ത് അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും. സ്നേഹം സത്യമായിരുന്നെങ്കിൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് അകന്നാലും നമ്മുടെ ചിന്തയിലും മനസ്സിലും അവർ മാത്രം നിറഞ്ഞു നിൽക്കും. എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും ആരൊക്കെ മിണ്ടിയാലും ഊണിലും ഉറക്കത്തിലും അവരുടെ ഓർമ്മകൾ നമ്മുടെ കണ്ണു നിറയ്ക്കും. ചിലർക്ക് പകരക്കാരില്ല, അത് സത്യമാണ്. സുഖം തേടി പോകുന്നവർക്ക് ഒരാളെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ആത്മാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നവർ ഒന്നിനെ വിട്ട് വേറെ ഒന്നിനെ തേടി പോകില്ല. ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ വളരെ സാധാരണമായി നമുക്ക് നശിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് കരുതുന്നത് വെറും സ്വാർത്ഥത മാത്രമല്ലേ? സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കുന്നതിൽ എവിടെയാണ് സ്നേഹമുള്ളത്? നമ്മളെ തിരസ്കരിച്ചതിനൊരിക്കൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന ആൾ സന്തോഷിക്കരുതെന്ന് കരുതുന്നതിൽ എവിടെയാണ് സ്നേഹം? നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ കാരണം സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി വിരൂപമായി ജീവിക്കുന്നതിൽ നിന്നും കിട്ടുന്ന സന്തോഷം അത്ര വലുതാണോ? സ്നേഹം നിസ്വാർത്ഥമാണ്. സ്നേഹിക്കുന്ന ഒരാളെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ അതും സ്നേഹിക്കുന്ന ഒരാളെ ഒരു നിമിഷത്തെ തോന്നലിൽ ഇല്ലാതാക്കാൻ കഴിയുന്നു? പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോഴും ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുമ്പോഴും ഒരു മനുഷ്യ ജീവനെന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത ഒരാൾ, എന്നിട്ടൊരു പേരും പ്രണയമായിരുന്നു പോലും. മനുഷ്യനെന്ന മുഖമുടിക്കുള്ളിൽ ആ വസിക്കുന്ന ചെകുത്താന്റെ വികാരം, അതിനൊരു ലേബലും പ്രണയം. പ്രണയത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ ആത്മാക്കൾ തേങ്ങുന്നുണ്ടാവും. ആ പവിത്രമായ വികാരത്തെ ഇത്രത്തോളം അധപ്പതിച്ച മനുഷ്യ മനസാക്ഷിയെ ഓർത്ത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. പണ്ട് പാഞ്ചാലിക്ക് വേണ്ടി ഭീമൻ കല്യാണ സൗഗന്ധികം കൊണ്ടുകൊടുത്ത കഥ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാകട്ടെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമേ പുരുഷൻ ചെയ്യുകയുള്ളൂ. മറ്റാർക്കു വേണ്ടിയും ചെയ്യാത്ത കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി പുരുഷന്മാർ ചെയ്യുന്നു. യഥാർത്ഥ സ്നേഹം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. പലപ്പോഴും പ്രണയത്തിലാവുന്ന പുരുഷൻ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. തന്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരാണ് പലരും. എന്നാൽ ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് പിന്തുണയ്ക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നു. പുരുഷന്മാർ സ്നേഹിക്കുന്ന സ്ത്രീകളെ എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ഇവർ ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. രണ്ടാമത്തെ കാര്യമാണ് ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിങ്ങളുമായി പങ്കിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്നതിന് സ്നേഹിക്കുന്ന പുരുഷൻ തയ്യാറാവുന്നു. മാത്രമല്ല ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായാണ് എന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങൾ, ഉത്കണ്ഠകൾ എന്നിവയെല്ലാം മനസ്സിലാക്കുകയും പരിഹരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന പുരുഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്രണയത്തിലായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യമാണ് നിങ്ങളെ ദുർബലനാക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ പലപ്പോഴും ഇവർ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ദുർബലനാവുന്നു. ഇവരുടെ എല്ലാ വിധത്തിലുള്ള ദൗർബല്യവും നിങ്ങൾക്ക് മുന്നിൽ മാത്രമേ ഇവർ തുറന്നു കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ടു പോവാൻ പ്രേരിപ്പിക്കുന്നു.
ഇതിൽ അഞ്ചാമത്തെ കാര്യമാണ് തെറ്റ് ഏറ്റുപറയുന്നു. സ്നേഹിക്കുന്ന വ്യക്തിയോട് എപ്പോഴും തെറ്റ് ഏറ്റുപറയുന്ന സ്വഭാവവും നിങ്ങളിലുണ്ടാവുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രിയപ്പെട്ട ആളോട് തുറന്നു പറയുന്നു. അത് എത്ര വേദനിപ്പിക്കുന്ന സത്യമാണെങ്കിലും തുറന്നു പറയുന്നത് വഴി ഇവർ തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നു. ഇതിൽ ആറാമത്തെ കാര്യമാണ് മുൻഗണന നൽകുന്നു. എപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി അവർ ഏത് കാര്യത്തിലും മുൻഗണന നൽകുന്നു. എത്രയൊക്കെ തിരക്കാണെങ്കിലും അല്ലെങ്കിലും ഇവർ പ്രിയപ്പെട്ടവർക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിറവേറ്റുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ആ വ്യക്തി മാത്രമായി മാറും. കാരണം ഹൃദയം ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ സ്വർഗമായി കാണുന്നു.